എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കഴിഞ്ഞ ദിവസം കണ്ട വെറും 20 നിമിഷം നീളുന്ന ഒരു വീഡിയോ ദൃശ്യം നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യം. ഒരു കുട്ടി വേതനം വാങ്ങി അയൽക്കാരൻ്റെ കാറ് കഴുകി കൊടുക്കാൻ വരുന്നു. അവിടെ കിടന്ന ഒരു പഴയ ടീഷർട്ട് കാറ് കഴുകിയതിനു ശേഷം തുടച്ച് വൃത്തിയാക്കാൻ വീട്ടുടമ ആ കുട്ടിക്ക് കൊടുക്കുന്നു. പിറ്റേ ദിവസം ആ ടീഷർട്ട് ധരിച്ചുകൊണ്ട് കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും ഓടി നടക്കുന്ന അവനെ ഈ വീട്ടുടമ കണ്ടു. ഉപയോഗരഹിതമായ ധാരാളം വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, കളി സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വീടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണാൻ സാധിക്കും. പലപ്പോഴും ഇവ ഉപയോഗശൂന്യമാകുന്നത് പഴക്കം കൊണ്ടല്ല, പുതിയത് വന്നതുകൊണ്ട് പഴയവ ഉപയോഗശൂന്യമായി. പുതിയ കമ്പോള സംസ്കാരവും ഒന്നെടുത്താൽ രണ്ടെന്ന പരസ്യവാചകവും 50%, 70% എന്ന ഡിസ്കൗണ്ട് കണ്ണഞ്ചിക്കുന്ന ഡിസ്കൗണ്ട് ബോർഡുകളും, വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ കടയിലിരിക്കുന്ന സാധനങ്ങൾ നമ്മെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന കമ്പോള തന്ത്രങ്ങളും, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പുൽക്കൂട് നൽകുന്ന സന്ദേശം ജീവിക്കാൻ ഒത്തിരി ഒന്നും വേണ്ട, ഇത്രയും മതി എന്നാണ്. യേശുവിൻ്റെ ജനനം വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ, സാധന സാമഗ്രികൾ, ആളുകൾ, ഇവയെ സൂക്ഷ്മമായി പരിശോധിക്കാം. പിള്ളക്കച്ച, സത്രം സൂക്ഷിപ്പുകാരൻ, രാത്രി വിശ്രമിക്കുവാൻ ഇടം തേടുന്ന ആളുകളുടെ കൂട്ടം, ഇടയന്മാർ, കാലിത്തൊഴുത്ത്, കാലികൾ, വൈക്കോൽ, വൃത്തിഹീനമായ വിസ്തൃതിയില്ലാത്ത ഇടങ്ങൾ, ശിശുവിനെ വധിക്കാൻ വരുന്ന ഭടന്മാർ, അവരെ ഭയന്ന് പലായനം ചെയ്യുന്ന മറിയം യൗസേപ്പ് ദമ്പതികൾ, ചുറ്റിലും കൊല്ലപ്പെടുന്ന ശിശുക്കളുടെ ദീനരോദനം, ഇത് കണ്ട് മാറത്തടിച്ച് കരയുന്ന മാതാപിതാക്കളും ബന്ധുജനങ്ങളും. ഈ സാഹചര്യങ്ങളിലും ഒരാൾക്ക് ജീവിക്കാം എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിറവി തിരുനാളിനോടനുബന്ധിച്ച് വീടിനകത്തും പുറത്തുമുള്ള ആവശ്യമില്ലാതെ കുന്നുകൂടി കിടക്കുന്ന സാധനങ്ങൾ, എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ വൃത്തിയാക്കി മറ്റുള്ളവർക്ക് കൈമാറാം. അതോടൊപ്പം എൻ്റെ ആവശ്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പുതിയത് വാങ്ങിക്കൊടുത്ത് അയൽക്കാരൻ്റെ ക്രിസ്മസ് സുന്ദരമാക്കാം. ക്രിസ്തുവിൻ്റെ ജനനവുമായി വിവരിക്കപ്പെടുന്ന ഇല്ലായ്മകളുടെ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത് ത്യാഗപൂർവം അയൽക്കാരനുമായി ജീവിതം പങ്കുവച്ച് ജീവിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ.